ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അറബിക് റെസിപ്പിയാണ് കേട്ടോ. അതായത് ഫലാഫലും ഫലാഫൽ സാൻഡ്വിച്ചും, അത് രണ്ടും എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഞാൻ രണ്ടും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പേരും അതുപോലെ തന്നെ ഞാൻ അറബിക് റെസിപ്പിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ വിചാരിക്കും ഭയങ്കരമായ ഒരു സാധനമാണെന്ന്. പക്ഷേ അത്രയ്ക്ക് വലിയ ടഫായിട്ടുള്ളൊരു സാധനമൊന്നുമല്ല കേട്ടോ. നമ്മുടെ കേരള പരിപ്പ് വടയില്ല, അതിൻ്റെ വേറൊരു വേർഷൻ എന്ന് വേണ്ടിക്ക് പറയാം, അതായത് അറബിക് രീതിയിലായിട്ട്. പക്ഷേ ഞാനിതിവിടെ നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ UAE മിക്ക കടകളിലും ഇത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് ഇവർ തയ്യാറാക്കി തരുന്നത്. ചില അറബിക് കടകളിൽ മാത്രമാണ് കുറച്ചൊരു അറബിക് മസാലപ്പൊടികൾ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നമുക്ക് തരുന്നത്. അല്ലാതെ മിക്ക കടയിലും, മലയാളി കടയിലാണ് മിക്ക കടകളിലും ഇത് നമുക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാത്രമാണ്. അപ്പോൾ ഇത് ഈസിയാണ് കേട്ടോ തയ്യാറാക്കാൻ. കാരണം ഒരുപാട് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും വേണ്ട, വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിൽ കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണേ. അപ്പോൾ ഈ ഒരു ഫലാഫൽ തയ്യാറാക്കാൻ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് വെള്ളക്കടലയില്ല, നമ്മൾ കറികളും മസാലകളും ഒക്കെ ആക്കുന്ന ഈ ഒരു കടല വെച്ചിട്ടാണ് കേട്ടോ ഈ ഫലാഫൽ ചെയ്യുന്നത്. അപ്പോൾ ഈ കടലയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് കടല ഒരു ഓവർനൈറ്റ് കുതിർത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ കുതിർക്കാൻ വിട്ടുപോയി എന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ നല്ല തിളച്ച ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ ഒരു ഫലാഫൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആവശ്യം ഇതുപോലത്തെ 2 തരം ഇലകളാണ്. അതായത് ഒന്ന് പാസ്ലി ലീഫ്. പാസ്ലി ലീഫ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഗൾഫിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. നാട്ടിൽ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒന്ന് നിങ്ങൾ നോക്കി നോക്ക്, കിട്ടുമോ അറിയില്ല. അത് കിട്ടുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് ആയിട്ട് ഇത് കിട്ടും. അതുപോലെ തന്നെ ഒരു ഗ്രീൻ കളറായിട്ടാണ് ഈ ഒരു ഫലാഫിൽ ഉണ്ടാവുക, ഉള്ളിൽ ഗ്രീനായിട്ട്, ആ വടയുടെ ഉള്ളിൽ ഗ്രീൻ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ മെയിനായിട്ടുള്ള ഇതിൻ്റെ കാരണം, മെയിനായിട്ടുള്ള ഈ ഒരു ഫ്ലേവറിന് കാരണം ഈ ഒരു ഇലയാണ്. അപ്പോൾ ഇത് കിട്ടുവാണെങ്കിൽ അതെടുക്കുക, ഇല്ലെങ്കിൽ മുഴുവനായിട്ട് നിങ്ങൾ മല്ലിയിലെടുക്കുക. അഥവാ കിട്ടുവാണെങ്കിൽ ഒരു കൈപ്പിടി ഈ പാസ്ലി ലീവ്സും അതുപോലെ തന്നെ ഒരു കൈപ്പിടി മല്ലിയിലയാക്കിയിട്ട് എടുക്കുക. കിട്ടില്ലെങ്കിൽ മുഴുവനായിട്ട് മല്ലിയിലെടുക്കുക. അപ്പോൾ ഈ ഒരു പാസ്ലി ലീഫ് നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മല്ലിയിലിനേക്കാൾ ചെറിയൊരു വ്യത്യാസമുണ്ട്, പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് തന്നെ ഇവിടെ ഗൾഫിൽ വന്ന സമയത്ത് എപ്പോഴും തെറ്റുപറ്റാറുണ്ടായിരുന്നു. ഈ മല്ലിയിലയും ഈ പാസ്ലി ലീവ്സും അങ്ങനെ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. ഈ പാസ്ലി ലീവ്സിൻ്റെ തണ്ട് ഒരല്പം തടിപ്പുണ്ടാവും, പിന്നെ ഇലയിലും ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ സ്മെല്ലിൽ നല്ലൊരു വേരിയേഷൻ ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തിരിയും പാസ്ലി ലീവ്സ് ഏതാണെന്നുള്ളത്. എനിക്ക് എപ്പോഴും അബദ്ധം പറ്റുന്നൊരു കാര്യം അത്. ഇനി നമുക്ക് ആവശ്യം ഇതുപോലൊരു ചെറിയ പീസ് സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളക്. ഒരുപാടൊന്നും വേണ്ട, കാരണം നമ്മൾ 1/2 കപ്പ് വെച്ചിട്ടല്ലേ ചെയ്യുന്നുള്ളൂ. ഇപ്പം ഞാൻ ഈ കടല നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചെറിയ ചെറിയ തരികളോട് കൂടിയിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരണം. ഒരുപാട് ഫൈനായിട്ട് അരച്ചെടുക്കരുത്, ചെറിയ ചെറിയ തരികൾ ഉണ്ടാവണം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ മതി കേട്ടോ. ഒരുപാട് അരിഞ്ഞിട്ടില്ല, എന്നാൽ ചെറിയ ചെറിയ തരികളുണ്ട്, എങ്കിലേ അതൊരു നമുക്ക് പരിപ്പ് വടയൊക്കെ നമ്മൾ അങ്ങനെയല്ല അരക്കുക, ചെറിയ തരികളോട് കൂടിയിട്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഇലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു കൈപ്പിടി പാസ്ലി ലീവ്സ്, അതിൻ്റെ തണ്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് അതുപോലെ തന്നെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം, ഇത് ഒരു കൈപ്പിടി. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, പാസ്ലി ലീഫ് ഇല്ലയെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ മല്ലിയില തന്നെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരുപാട് എരിവ് ഉണ്ട് കേട്ടോ, നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഐറ്റം അല്ല ഇത്. അപ്പോൾ ഒരുപാട് എരിവ് വേണ്ട, പക്ഷെ നിങ്ങൾക്ക് എരിവ് ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളുടെ രീതിക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾക്ക് വരുത്താം, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിൽ ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ് കേട്ടോ, അത് നല്ലോണം ശ്രദ്ധിക്കണേ, വലിയ ജീരകമല്ലേ. അപ്പോൾ ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിലും അല്ലാതെ എരിവുള്ള മുളക് പൊടി ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് 1/4 ടീസ്പൂൺ മതി, കാരണം നമ്മൾ 1/2 കപ്പ് കടലൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പം ഞാൻ എടുക്കുന്നതിൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ കടല ആഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടിയുടെ ഫ്ലേവർ ഇതിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതൊരു 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല പൊടി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കൊന്നും വേണ്ട.
എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ തരികളോട് കൂടിയിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഈ ഒരു സമയത്ത് ഉപ്പ് ചേർക്കണമെന്നില്ല, കാരണം നമുക്ക് ഇതും കൂടി അടിച്ചിട്ട് ഒന്നിച്ച് മിക്സ് ചെയ്യുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ രണ്ടും അടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പെട്ടെന്ന് ഇതിൽ കൂടും കേട്ടോ, അപ്പോൾ ശ്രദ്ധിച്ച് കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നമുക്കിത് കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാൻ കഴിയണം കേട്ടോ, അതുവരെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഇത് ഓരോ ബോളുകളായിട്ട് ഒന്ന് കൈവച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഉപ്പ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊക്കെ ചെക്ക് ചെയ്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഉരുട്ടിയെടുക്കുക. വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ചെറുതായിട്ടും വലുതായിട്ടും ഒന്നും കുഴപ്പമില്ല. അതുപോലെ പരിപ്പ് വടയുടെ ഷേപ്പിലായിട്ടാണെങ്കിൽ കുഴപ്പമില്ല, കുറച്ചൊരു ഓവൽ ഷേപ്പായിട്ടാണെങ്കിൽ കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ അതൊക്കെ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അരച്ചെടുക്കുന്ന സമയത്ത് ചിലവർക്ക് അരയാതെ വരുമ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ടോ അങ്ങനെയൊന്നും അരക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അരക്കുക. അഥവാ നിങ്ങൾ വെള്ളം ചേർത്തിട്ടോ അല്ലാതെ ചെറുങ്ങനെ ലൂസായി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, കാരണം ഈ കടലയിൽ നമ്മൾ എത്ര വെള്ളം ഡ്രൈൻ ചെയ്തെടുത്തിട്ട് അരച്ചെടുത്താലും ഒരംശം വെള്ളം അതിൽ കെണിയും എന്തായാലും. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിൽ കുറച്ച് കടലപ്പൊടിയോ അല്ലെങ്കിൽ കുറച്ച് മൈദയോ ഇട്ടിട്ട് ഒന്ന് ടൈറ്റായിട്ട് നമുക്കിത് വിള്ളലില്ലാതെ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് മാവ് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ആ ടിപ്പ് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇപ്പം ഞാൻ മുഴുവനും ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ചൊരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉരുട്ടി വെച്ച ഓരോരോ ബോളുകളായിട്ട് ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു പരിപ്പോടെയൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം, ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണേ. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ടു മീഡിയം ആക്കിയിട്ടോ, അത് നിങ്ങളെങ്ങനെയാണോ നിങ്ങളുടെ ഫ്ലെയിമിൻ്റെ കാര്യമൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് സാധാ പരിപ്പോടൊക്കെ ഫ്രൈ ചെയ്യുന്നെടുക്കുന്ന രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ആ ഒരു സമയത്ത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറായിട്ടാണ് ഇട്ടുണ്ടാകുക. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ ഇത് കരിഞ്ഞു പോയിട്ടുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഫലാഫലിൻ്റെ ഒറിജിനൽ കളർ ഇങ്ങനെയാണ്, നല്ല ഡാർക്ക് ബ്രൗൺ കളറായിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഇപ്പോൾ കണ്ടില്ല, നമ്മുടെ ഫലാഫിൽ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറിലാണ് കേട്ടോ ഉണ്ടാകുക. ഇത് കരിഞ്ഞിട്ടുള്ളതെന്നാൽ ഇതിൻ്റെ ഒറിജിനൽ കളറാണ് ഈ ഒരു ഡാർക്ക് ബ്രൗൺ. ഇനി നമുക്കിതൊന്ന് ഒരു ടിഷ്യൂലേക്ക് കോരിയിട്ട് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ഫലാഫിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, നല്ലൊരു കളറും കരിയാതെ നല്ല രീതിയിലില്ലേ. ഇനി നമുക്ക് ഈ ഒരു ഫലാഫിൽ സാൻഡ്വിച്ച് റെഡിയാക്കാം. അപ്പോൾ ഫലാഫിൽ സാൻഡ്വിച്ച് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഫലാഫിലും അതുപോലെ തന്നെ ലെറ്റ്യൂസ് എന്ന് പറയുന്ന ഒരു ഇലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് നാട്ടിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല, കിട്ടുവാണെങ്കിൽ ആ ഇല വെച്ചിട്ട് ചെയ്യാം. കാരണം ഇവിടെയൊക്കെ അതാണ് ഈ ഫലാഫലിന് മെയിനായിട്ടുള്ളത്. പക്ഷെ നിങ്ങൾക്ക് കിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാബേജ് ഇല്ലേ, നമ്മുടെ ക്യാബേജ് വെച്ചിട്ട് ഇതുപോലെ ഇലയാക്കിയിട്ട് നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ പിന്നെ തക്കാളി ഞാൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ഫലാഫിൽ റോൾ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഫലാഫിൽ സാൻഡ്വിച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് കുബ്ബൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുബ്ബൂസാണ് കേട്ടോ, ഞാൻ റെഡിയാക്കിയിട്ടുള്ളതൊന്നുമല്ല. അപ്പോൾ നമുക്കിതെങ്ങനെ റോൾ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് ഞാനൊരു പ്ലേറ്റിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു കുബ്ബൂസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ മയോണീസ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇടുന്നില്ല, കാരണം മയോണീസ് എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ. അഥവാ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇട്ടാൽ മതി കേട്ടോ. കമൻറ്റ് ബോക്സിൽ ഞാൻ റെഡിയാക്കിയിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലൊന്ന് മയോണീസ് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി മയോണീസ് ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ലെറ്റ്യൂസ് ഇല്ലേ, ആ ഇല ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മിഡിലായിട്ട് വെച്ച് കൊടുക്കാം. ഈ ഇല കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഒട്ടും നിർബന്ധമില്ല. നമുക്ക് നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ ഇത് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അഥവാ കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ സാധാ ക്യാബേജ് വെച്ചിട്ട് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്.
അപ്പോൾ ക്യാബേജ് വെച്ച് കൊടുത്താലും മതി. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫലാഫൽ ഇതുപോലെ കൈ കൊണ്ടൊന്ന് നന്നായിട്ട് പൊടിച്ചിട്ട് മിഡിലായിട്ട് ഇതിൻ്റെ ഇലയുടെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഒരു 2 വെച്ചിട്ട് ഒരു സാൻഡ്വിച്ചിന് 2 വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെയാണ് നമുക്ക് കടയിൽ നിന്ന് ഇവിടെ നിന്ന് നമ്മൾ കഴിക്കുന്ന സമയത്തും അങ്ങനെയാണ് കിട്ടാറ്. ഒരു സാൻഡ്വിച്ചിൻ്റെ മിഡിലായിട്ട് 2 ഫലാഫലൊക്കെയാണ് അവർ പൊടിച്ചിട്ട് വെക്കാറ്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക, തക്കാളി. ഇനി നമുക്ക് തക്കാളി വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ 2 തക്കാളി വെച്ച് കൊടുക്കണേ. തക്കാളി വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ക്യാപ്സിക്കം അതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് എന്തൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ട് അതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചില കടയിൽ നിന്ന് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാവും, ചില കടയിൽ ക്യാപ്സിക്കം ഉണ്ടാവും. അതൊക്കെ ഇവിടെ UAE തന്നെ ഓരോ കടയിൽ ഓരോ രീതിയിലാണ് നമുക്ക് കിട്ടാറ്. നമ്മളിപ്പോൾ ഇവിടേക്കും പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ കഴിക്കുന്ന സമയത്ത് പല രീതിയിലാണ് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്ത് വെക്കാം, കക്കിരി നീളത്തിൽ കട്ട് ചെയ്ത് വെക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മുകളിലായിട്ട് ഇലയും വെച്ച് കൊടുത്ത് നമുക്കിതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇത് റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ റോൾ ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് നമുക്ക് ഫലാഫൽ സാൻഡ്വിച്ച് ഉണ്ടാവാറ്. ഈസിയാണ് കേട്ടോ, ഒരുപാട് പണിയും കാര്യങ്ങളൊന്നുമില്ല. ഇതാ ഇനി ഞാൻ ബാക്കിയുള്ളതും ഞാൻ ഇപ്പോൾ 5 റോളാണ് റെഡിയാക്കി എടുക്കുന്നത്. ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കട്ടെ. ഇപ്പം കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം കണ്ടില്ലേ, ഞാൻ 5 ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. അപ്പോൾ നിങ്ങൾ വീട്ടിലെപ്പോഴും ഷവർമയും കാര്യങ്ങളൊക്കെ അല്ലേ തയ്യാറാക്കി എടുക്കാറ്. അപ്പോൾ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഈ ഒരു സാൻഡ്വിച്ച് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞില്ലേ, ക്യാബേജും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. നമ്മുടെ ഷവർമക്ക് പകരമായിട്ട് വേറൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്